ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. എൻ്റെ വീഡിയോ കാണുകയും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ നമുക്ക് ഒരുപാട് പേര്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുണ്ടാകും. അല്ല, ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബ് ക്രിയേറ്റർ ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു ക്രിയേറ്ററിനെ അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പേരിട്ടുകൊണ്ട് ഒരു ചാനലുള്ള ഒരു ഇത്തയാണ്. ആ ഇത്തയുടെ ലൈഫിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് സത്യം പറഞ്ഞാൽ അവരെ അധിക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് മാത്രമേ അറിയാവുന്നിരിക്കുകയും ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഇതിനകത്ത് കയറിയിട്ട് മോശമായ കാര്യങ്ങളിലേക്ക് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം മറ്റാരെക്കുറിച്ചും അല്ല ഈ പറഞ്ഞു വരുന്നത്. മലപ്പുറം കിച്ചൺ എന്ന് പറയുന്നൊരു ചാനൽ. ഈ സത്യം പറഞ്ഞ ഈ ചാനൽ ഈ ഒരു 1.5-2 വർഷത്തിന് മുമ്പേ ഞാൻ കേട്ടിട്ടുള്ളൊരു ചാനലാണ് മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ എന്തോ ചില വീഡിയോസൊക്കെ വൈറലായിട്ട് അങ്ങനെ എന്തോ കയറി വന്നതാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. എനിക്ക് എന്തായിക്കൊണ്ട് പോട്ടെ, ആ ചാനൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ളത് 3,41,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലാണ്. അവരുടെ ലൈഫിനകത്ത് ഇപ്പോൾ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഒന്ന് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ 3 മക്കളും ഭർത്താവുമായിട്ടൊക്കെ പിരിഞ്ഞ് അവർ വന്ന് താമസിക്കുന്നു എന്നുള്ള കാര്യം, അതിന് അവരെ കുറേയധികം കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് മനന്ന് വന്നിട്ട് ആ ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അവരെന്താണ് പറയുന്നുള്ള കാര്യം കേൾക്കാം. ഇത് നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടുകളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. കാരണം കുടുംബ ജീവിതങ്ങളിനകത്ത് പല തകർച്ചകളും ഉണ്ടാക്കുന്നതിനകത്ത് ചില ആൾക്കാർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ നമുക്ക് കേൾക്കാം. താത്ത, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി. യൂട്യൂബാണോ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത് സത്യസന്ധമാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇങ്ങനെയാണ്: കുടുംബം തകർത്തത് യൂട്യൂബ്. അവസാനം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ലൈലാത്ത എന്ന് പറഞ്ഞാൽ ആ ലൈലാത്തയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആക്ച്വലി യൂട്യൂബ് കുടുംബങ്ങൾ തകർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്ക് എൻ്റെ അറിവിലില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സാധനം വരുന്നതിലൂടെ, യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്യുന്നതിലൂടെ അത് കാരണമാണ് കുടുംബം തകർന്നു പോകുന്നു എന്നുള്ള കാര്യമാണ്. ഒരു ക്രിയേറ്റർ എന്നുള്ള ലെവലിൽ ചില മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് ചില ചട്ടക്കൂടുകളൊക്കെ എല്ലായിടത്തും അല്ല കേട്ടോ, ചിലയിടത്തെങ്കിലും ചില ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പരിപാടികളൊക്കെ കാണിക്കുന്ന ആൾക്കാർ കാരണം ചിലർക്കെങ്കിലും സമൂഹത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. എന്നാൽ അതേ മതങ്ങളിൽ തന്നെയുള്ള ആൾക്കാർ വളരെയധികം ബഹുഭൂരിപക്ഷവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ടല്ല, വളരെ പോസിറ്റീവായിട്ട്. സോ അപ്പോൾ അവരുടെ ലൈഫിന് അങ്ങനെ എങ്ങാനും തകർത്തതാണോ എന്നുള്ള രീതിയിലേക്കാണ് ചില ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടു കമൻറ്റ് ബോക്സുകളിൽ. ഇനി പറയട്ടെ. പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങാറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണം. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് എൻ്റെ 2 കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന്റെ തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് വെച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ യൂട്യൂബിൻ്റെ കാരണം കൊണ്ടല്ല അവരുടെ ലൈഫിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ നടന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പം പലരും ഇതൊക്കെ എന്തിനാണ് എന്തൊക്കെ ഒരു കണ്ടന്റ് ആക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വായിക്കുന്നവരാണോ? നിങ്ങൾ മറ്റെന്തെങ്കിലും പല വലിയ വലിയ കവികളും മറ്റുള്ളവരും മറിച്ചവരൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ വായിച്ചവരാണോ? എന്താണ് അവർ എഴുതിയിട്ടുള്ളത്? ഒന്നുകിൽ മനുഷ്യരെക്കുറിച്ചാണ്. ഏതാണ്ട് 99% മനുഷ്യരെക്കുറിച്ച് അറിയാൻ മനുഷ്യന് എല്ലാവർക്കും താല്പര്യമുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റ് മനുഷ്യരെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഇല്ലെന്ന് പറയുന്ന ഒരു കമൻറ്റ് ചെയ്ത് എനിക്ക് മനുഷ്യരെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ വായന എന്നുള്ള സാധനത്തിൽ കൂടെ എന്താണ് കിട്ടുന്നത്? മതങ്ങൾ, മറ്റുള്ള മതത്തിൻ്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും, മതവും എന്തും എടുത്താലും അതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കോർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് മനുഷ്യനെ പറഞ്ഞു തരികയാണ്, മനുഷ്യനെ കുറിച്ച് തന്നെ പറഞ്ഞു തരിക. ഇത് ഒരു മലപ്പുറത്തുള്ളൊരു ലേഡി, അവരുടെ ജീവിതം അവർ പറയുന്നു, ഇതൊരു ഭാഗം, അതിനപ്പുറത്തൊരു ഭാഗവും നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നല്ലത് ബാക്കി പറയട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളൂ. വേറെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ചിലർ പറഞ്ഞ 3 മക്കൾ ഇട്ടെറിഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതെ നിങ്ങൾ ഇറങ്ങി പോകുന്നല്ലോ, നിങ്ങളെ സമ്മതിക്കണം എന്നുള്ളത് ഇന്റെ കൽബ് ഇച്ചും പഠിച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമില്ല. ഇഞ്ഞോളം എന്റെ മക്കളുടെ കാര്യത്തിൽ വിഷമം ദുനിയാവിൽ ആര് കൂട്ടി കുടിച്ചാൽ ഇഞ്ച വേദന അത് ഓർക്കും ഉണ്ടാവില്ല. അത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു സങ്കടം പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ. എനിക്ക് ഈ മലപ്പുറം, കോഴിക്കോട് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, പിന്നെ ഈ കണ്ണൂർ, ഇങ്ങോട്ട് ചാടി അല്ലേ എന്താന്ന് വെച്ചാൽ ഈ സ്ലാങ്, ഓരോരോ പ്രാദേശികമായിട്ടുള്ള ഭാഷ. തിരുവനന്തപുരത്തേക്ക് വെന്തരി, തള്ളേ. സോ ഒരു എന്ത് രസമല്ലേ ഓരോ സ്ഥലത്തും ആ പ്രാദേശികമായിട്ടുള്ള ഭാഷകളൊക്കെ. തൃശ്ശൂർ, തകടിയേ, ആ ഒരു സംഭവം. സോ സത്യം പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈ ഭാഷ അഥവാ സംസാര ശൈലിയുള്ള ഏത് ജില്ലക്കാരുടെയാണ് ഏറ്റവും അടിപൊളി? പറയണില്ല, അതടക്കട്ടെ. ഞാൻ ഇന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നതുമല്ല. വല്ലായി ഒരിക്കലും ഇന്റെ ഇഷ്ടത്തിന് ഇന്റെ മക്കളെയും മാപ്പിളിനെ ഇട്ടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഇച്ചിന്റെ മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷേ ഇച്ച് പറ്റിയ പെടൽ എന്താണെന്നറിയോ? മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ മനസ്സലിവ് കൂടിപ്പോയി. അതാണ് ഇച്ച് വന്ന പാൾട്ട്.
കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരു അവസ്ഥ വരൂലേനും. അപ്പൊ ഇന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോൾ കുറേയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയിലാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക. ഡിപ്പെൻഡൻസി വിൽ കിൽ ഡെഫിനറ്റ്ലി. നിങ്ങൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വലിയൊരു മരമുണ്ട്, ആ മരത്തിൻ്റെ അകത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മുല്ലവള്ളിയെക്കുറിച്ച് സങ്കല്പിക്കുക. വലിയൊരു തേന്മാവാണ്. ആ മുല്ലവള്ളി ഇങ്ങനെ കയറി അങ്ങ് പോവുക. മുല്ലവള്ളി കയറി പോകുന്നു, പൂക്കുന്നു, ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ആഹാ എൻ്റെ സുഗന്ധം കണ്ടോ, എത്ര ആൾക്കാർ എൻ്റെ പൂക്കൾ പറിച്ച് മണം അതിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു, എത്രയോ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു. വലിയ പടുമരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ വലിയൊരു കാറ്റും മഴയൊക്കെ അടിച്ച് വീഴുന്ന സമയത്ത് ഈ തേന്മാവ് അങ്ങോട്ട് മറിഞ്ഞങ്ങ് അടിച്ച് പൊട്ടി വീഴുന്നു വിചാരിക്കാം. എന്തായി? ഈ മുല്ലവള്ളി അല്ലെങ്കിൽ ആ മാവിനെ വെട്ടിക്കളഞ്ഞാൽ ആ മുല്ലവള്ളിയുടെയും എക്സിസ്റ്റൻസ് ആ ഒരു ഇത്, കാരണം പടർന്ന് കയറാൻ ഒരു സാധനം വേണ്ടേ. അപ്പോൾ ആ ഒരു പടർന്ന് കയറുന്ന ആ ഒരു സാധനം അത് മറിഞ്ഞ് വീഴുന്ന സമയത്ത് നിങ്ങളും വീഴേണ്ടി വരും. സോ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ വളരാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. വിവാഹം എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളൊരു ദാമ്പത്യത്തിലേക്ക് ആണോ പെണ്ണോ ആരും ആയിക്കൊണ്ട് പോട്ടെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികളടക്കം എൻ്റെ വീഡിയോസ് കാണുന്നു, ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെടുന്നു. ഹായ് മക്കളെ, ഓക്കെ. അപ്പോൾ അവരോട് അടക്കം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വിദ്യാഭ്യാസം വീട്ടുകാർ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കൂ എന്ന് പറയുന്നത്. ആ പഠിത്തവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയും കൂടെ സമ്പാദിച്ചതിന് ശേഷം നിങ്ങൾ അത്യാവശ്യം കിട്ടുന്ന പൈസയിൽ എല്ലാം ചിലവാക്കിയുള്ള ചെറിയ രീതിയിൽ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വന്തം കാലിലേക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഒരു ജോലി ഉണ്ടെങ്കിൽ കൂടി ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു സേവിങ്സും കൂടെ ഉണ്ടാക്കാനുള്ള ശ്രമമോ ഒരു മ്യൂച്വൽ ഫണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഫ്യൂച്ചറിലെത്തിക്കുള്ള കാര്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ജീവിക്കുക. മറ്റൊരാളെ എന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഓക്കെ, അതെനിക്ക് പറയാനുള്ളൂ. ഈ മ്യൂച്വൽ ഫണ്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് വിചാരിക്കും അടുത്ത് ആട് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് പൈസ എൻ്റെ കയ്യിലുണ്ട്. ഒരിക്കലുമില്ല. ഇപ്പം കടങ്ങളൊന്നുമില്ല. എൻ്റെ ആവശ്യത്തിനല്ല പൈസ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സ്വന്തം കാര്യം ഞാൻ നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം എൻ്റെ കജ്ജിൻ്റെ ഉള്ളനടിയിലുണ്ടായിരുന്നു, ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു, സന്തോഷമുള്ള ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ച് പറ്റിയപ്പോൾ ആൾക്ക് എന്താണെന്നറിയോ, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാനും പറ്റൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടാൽ കണ്ണ് ചിമ്പാനും പറ്റൂല. ഞാൻ ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ മനസ്സിലാണ്. അത് എഴുതിക്കാണ്ട് ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ ഞങ്ങളെ വാപ്പ ഞങ്ങളെ കുഞ്ഞോലെ നോക്കിയിരുന്നു. എൻ്റെ പല പേര് ഹംസാന്നേനും, ലോഡിങ് പണിക്ക് പോയിരുന്നു, പിന്നെ മുപ്പര് ഒരു ബ്രോക്കർ പണിക്കൊക്കെ പോയിരുന്നു, പെണ്ണ് ആലോചിച്ച് അങ്ങനത്തെ പണിക്കൊക്കെ അപ്പോൾ പോയിരുന്നു. പക്ഷേ പെരയും കൂടിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ പെരൻ്റെ ഔത്ത് 50 കിലോൻ്റെ അരിൻ്റെ ചാക്കേക്കാരം, അതിൽ ഇറച്ചിയും പോയില്ലാത്ത ദിവസം ഞങ്ങളെ പെരയിൽ ചുരുക്കേക്കാരം. പക്ഷേ തോനെ കൂട്ടിയേക്കാൻ മുതലും നല്ലൊരു പെരയും കൂടിയൊന്നും ഇല്ലെങ്കിലും അത് ഇപ്പം ഇങ്ങനെ തിന്നണം. ആ തീറ്റോണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഇല്ലാതായതുകൊണ്ട് ഇപ്പം കൂടി പറയാം. ഇപ്പം തിന്നാണ്ടാക്കിയിട്ടെത്താം. പിന്നെ തിന്നാതെട്ടല്ല, അന്നാണ് പണി എടുക്കുന്നത്, തിന്നാൻ തന്നെ ഉള്ളൂ. കണ്ട മക്കളുണ്ട്, ജാലികാക്കൊന്നും ആയിട്ടില്ല, വെള്ളകാക്കൊന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ സൈപ്പ് കാക്കാണ് അന്നത്തെ കാലം പെര നോക്കിയത്. വലിയ ഞങ്ങൾക്ക് അന്നേ സുഖമില്ല. അതിക്കൊക്കെ ചെറിയൊരു പെൺകുട്ടിയൊക്കെയാണ് ഞാനിൻ്റെ താഴെ വാപ്പും. അങ്ങനെ വളർന്ന് വന്ന ഇച്ച് പെട്ടെന്ന് പൈസ കിട്ടിയപ്പോൾ ഞാൻ എന്താ കരുതിയത്, സ്വന്തം കാര്യമല്ല ഞാൻ നോക്കിയത്. ഇഞ്ച കാര്യങ്ങളൊക്കെ ലെവലായപ്പോൾ എൻ്റെ ചിറ്റോറ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് അതിൻ്റെ അവകാശങ്ങൾ ഞാൻ കണ്ടു. അതിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടുന്ന പോലെയാണ് സഹായിച്ചേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ കാര്യങ്ങൾ അവരുടെ ഒരു ലൈഫിനകത്ത് എല്ലാ ഈ കരുണ എന്നുള്ളൊരു പരിപാടി വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഗുണവും മനസ്സിന് സന്തോഷം കിട്ടുവാണെങ്കിൽ പല സമയങ്ങളിൽ ഈ കരുണയുള്ള മനസ്സുകളെല്ലാവരും കരച്ചിലാണ് പരിപാടി. കാരണം ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ണുനീരൊപ്പാൻ ഒരു സുപ്രഭാതത്തിൽ വരും. പക്ഷേ ഈ കണ്ണുനീര് ഒപ്പുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഉപ്പും കൂടെ കാണും. ഈ കണ്ണിൽ ഉപ്പ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണ്ണുനീര് പിന്നെ തീരത്തില്ല. അതാണ് പറഞ്ഞത്, കരുണയുള്ള മനസ്സുകൾ എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ത്രീ പറയുന്നതിനകത്ത് മനസ്സിലാക്കുക, ആ ഒരുത്ത പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന സ്ത്രീയാണ്. വന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പൈസ കിട്ടുന്നു, യൂട്യൂബിൽ നന്നാല് വരുമാനം കിട്ടുന്നു. അപ്പോൾ വരുമാനം കിട്ടിയ സമയത്ത് മറ്റുള്ള അവകാശികൾ, അഥവാ അതിന് കുറച്ചുകൂടെ അവകാശികളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവരും കൂടെ സഹായിക്കണം എന്നൊക്കെ ചിന്ത കൊണ്ട് ഒരു നല്ല മനസ്സോട് സഹായിച്ചു. അത് അവരുടെ ലൈഫിനെ റൂയിൻ ചെയ്തു. അതാണ് അവർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായത്. റെഡി ആയാലും പിന്നെ ഇല്ലാത്തവരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇച്ച അതിന് പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇഞ്ച ബാക്കിയുള്ളവരെ ഉണ്ട്. ഇഞ്ച സ്വന്തം കാര്യം നോക്കി ജീവിച്ചിട്ടാണെങ്കിൽ ഇച്ചിന് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് പറയാണ്, ഞാൻ ഇഞ്ച സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതല്ല. അപ്പോഴത്തെ അവസ്ഥയിലും ചമ്മ വന്ന് ഞാൻ കൊണ്ടുവന്നതാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വന്നതുമല്ല കേട്ടോ. അതൊക്കെ പുതിയ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യങ്ങളാണ്. പിന്നെ ഒന്ന് വന്നാൽ രണ്ടാമത്തേന് എടുത്ത് ചാടി കുടഞ്ഞ അങ്ങനെ ഒരു സൈസ് പെണ്ണല്ല ഞാൻ ഒരിക്കലും. സഹിച്ച് സബൂർ ചെയ്ത് ജീവിച്ചാൽ നല്ലോണം വെക്കുവെച്ച് പരമാവധി ഞാൻ പിടിച്ചു നിന്നതാണ്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പൊന്നു മക്കളെയും ഭർത്താവിനെ ഇട്ടിട്ടല്ല, എൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചൊരു സ്ത്രീ വരണമെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, അറ്റാച്ച്മെൻറ്റ്, മെൻ്റൽ അറ്റാച്ച്മെൻറ്റ്, ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വിലയിടാൻ വേണ്ടിയിട്ട് മറ്റാർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിക്കുന്നവർക്ക്, കൊല്ലുന്നവരും ഉണ്ട് കേട്ടോ അമ്മമാരിൽ.
സോ അങ്ങനെ സ്നേഹിക്കുന്ന അമ്മമാരുടെ ആ ഒരു മക്കൾ അമ്മ ആ ബന്ധത്തിനെയും അല്ലെങ്കിൽ ഭർത്തൃ ഭാര്യ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെയും നമുക്ക് വിലയിടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അത് ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. സോ അവരുടെ ലൈഫിൻ്റെ അകത്ത് എന്തെങ്കിലും വളരെ പേഴ്സണലി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിപ്രായം പറയാൻ പോകരുത്. അതിന് കൂടപ്പുറപ്പുകളാണെങ്കിലും അയൽവാസികളാണെങ്കിലും ആരുടെ ആണെങ്കിലും ഒരാളെ കുടുംബജീവിത പേഴ്സണൽ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടാൻ പോകരുത്. ഇടപെടുകയാണെങ്കിൽ അത് തീർക്കാൻ പറ്റണമല്ലോ ഇറങ്ങണം. അല്ലാതെ ഇത് ഇങ്ങനെ കുട്ടിച്ചോറാക്കിക്കാണ്ട് ഒരു കാര്യത്തെ കുത്തിരുന്ന് കളി കാണുന്ന അവസ്ഥയ്ക്ക് എത്തിച്ചേരുത്. അങ്ങനെ ചില ആളുകൾ ഇടപെടലാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. അല്ലാതെ ഞാനൊരു തന്നിഷ്ടം ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിരിക്കുമല്ലോ, ഒരു കപ്പിൾ ആകുമ്പോഴേക്കും ഒരു ഭർത്താവും ഭാര്യയും ഉണ്ടാവും, കുഞ്ഞുങ്ങളും കാണും. അതിനപ്പുറത്തേക്ക് ഒരു മൂന്നാമത്തെ വ്യക്തി അതിനകത്ത് കൊണ്ടുവരരുത്. കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഒരു വ്യക്തി എങ്ങാനും ഒരു ബയാസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ന്യൂട്രൽ അല്ലാത്തൊരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പിക്കാം ആ കുടുംബജീവിതത്തിൽ പിന്നെ സമാധാനം ഉണ്ടാവത്തില്ല. ആ വ്യക്തി ചില സമയത്ത് ഇങ്ങോട്ട് പറയും, ഒരു അങ്ങോട്ട് പറയും, മാറ്റി മറിച്ചും പറയും. ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് കൂടും. അതിന് പകരം മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരും. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ കൊണ്ടുവരലും പോക്കും കാരണം കുടുംബജീവിതം താറുമാറാം. പരമാവധി കുടുംബജീവിതത്തിൻ്റെ അകത്ത് എന്ത് പ്രശ്നമുണ്ടോ, നിങ്ങൾ വിഷയമുണ്ടെങ്കിൽ കുറച്ചു നേരം മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കേണ്ട, തൽക്കാലം സംസാരിക്കേണ്ട. വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു മൈൻഡ് നോർമൽ ആവുന്ന സമയത്ത് റിലാക്സ് ആയതിനു ശേഷം ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക. ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് അത് മാന്യമായിട്ട് ആ ഒരു വിഷയം അങ്ങ് പറഞ്ഞ് ഒന്ന് ചിരിച്ച് അവസാനിപ്പിക്കുക. പല വിഷയങ്ങൾ ഇന്ന് വരെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് ചില ചിരിച്ച് ഒന്ന് കുറച്ചു നേരം കഴിയുന്ന ചിരിക്കാനുള്ള വിഷയങ്ങൾ അവസാനം കത്തിയെടുക്കുന്നു, കടാരെടുക്കുന്നു, കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തും. അതാ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ എന്താ പറയുക, ഈ പെട്ടെന്നുള്ള ആങ്കർ ഇഷ്യൂസ്, ചില സമയത്തെങ്കിലും നമ്മുടെ ആങ്കർ ഇഷ്യൂസ് നമ്മളെ ഭയങ്കരമായിട്ട് കൊല്ലും. ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നതിനകത്ത്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വലിയ സന്തോഷം അത് കാണാൻ. സോ ആങ്കർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിങ്ങനെ ഞാൻ ഒന്നിനെയും ആരും ചെയ്യണമെന്ന് പറയുന്നതല്ല, എന്നാൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി റിലാക്സ്ഡ് ആയിരിക്കും മൈൻഡ് സെറ്റ്, പീസ് ഓഫ് മൈൻഡ് സെറ്റ്, ആ ഒരു മൈൻഡ് ഹാപ്പിനെസ് ഇതൊക്കെ കിട്ടാൻ നല്ലതാണ്. ഇപ്പം ഇസ്ലാമിലായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലായിക്കോട്ടെ, എല്ലാ മതത്തിൻ്റെ അകത്തും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ ഒരു സാധനം സ്പിരിച്വാലിറ്റിയുടെ പാർട്ടായിട്ട് മെഡിറ്റേഷൻ തന്നെ അവരൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു ഏതൊരു ദൈവത്തിനെ വിശ്വസിക്കുന്നു എന്താണ് നിങ്ങൾ മിണ്ടാന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദാറ്റ്സ് മെഡിറ്റേഷൻ. സോ അതിനൊരു പവറുണ്ട് കേട്ടോ, സീരിയസ്ലി പറയാൻ ഒരു പവറുണ്ട്. ഓക്കെ, ബാക്കി കേൾക്കാം. ഒരു അന്യ ആണുങ്ങളെ മുഖത്തേക്ക് നോക്കിയേ, ഒരു അന്യ ആണിനോട് ഓവറായി ചാറ്റ് ചെയ്യേ, അങ്ങനത്തെ ഒരു പെണ്ണേ അല്ല ഞാൻ. ഇത്രയും അധികം ഈ പബ്ലിക്കിൽ വന്നിരുന്ന് പറയാത്ത ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സത്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്റെ ഫോൺ ഉണ്ടല്ലോ, ഇന്റെ 2 ഫോൺ ഇന്റെ മക്കളെടുത്ത്, മാപ്പൻ്റെ അടുത്ത്, കുടുംബത്തിൽ ആരെടുത്തും ധൈര്യമായിട്ട് അതിന്റെ ലോക്ക് തുറന്ന് കൊടുക്കാൻ പറ്റും. ഒറ്റ ഒരു ക്ലിയർ ചാറ്റ് ആയിക്കാണ്ടുള്ള ഒരു വാട്സ്ആപ്പ് ചാറ്റ് ഇല്ല. ഇന്റെ ഫോൺ എല്ലാവർക്കും കൊടുക്കും. അതിലൊരു കൂടി അറിയാം. എന്തിനാണ് നിങ്ങൾ ആൾക്കാരെ ബോധിപ്പിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ, അതൊന്നും ആൾക്കാരെ ബോധിപ്പിക്കേണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആൾക്കാർ സർട്ടിഫിക്കറ്റ് തരേണ്ട ആൾക്കാരും അല്ല ചുറ്റുമുള്ളത്. എല്ലാവരും തെറ്റുകളിലൂടെ നടക്കുന്നവരാണ്, തെറ്റുകളിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരാണ്, തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കുന്ന സമയത്തും ശരികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കാര്യമൊന്നും ഇന്നത്തെ കാലത്തൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഫോൺ ഉപയോഗിക്കുന്നു, അത് ആരോട് സംസാരിക്കത്തില്ല. കുറച്ച് കൂടി പോയി എന്ന് മാത്രം ഇത്ര കേസ് എന്നോട് പറയാൻ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ ഇന്റെ അവസ്ഥ എങ്ങനെയാണ്? പിന്നെ മക്കളില്ലാതെ നിൽക്കുന്നതിന്റെ വിഷമം ഞാൻ ഇങ്ങനെ കരുതുന്നത്, ഇന്നെ പഠിച്ച റബ്ബേജ് മാനസിക രോഗി ആക്കരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനച്ചുള്ളൂ. ബോൾഡായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് എത്ര ഒതുക്കിയാലും ചിലതൊക്കെ നമുക്ക് നെഞ്ഞത്ത് ഒതുക്കാൻ പറ്റാതെ കാര്യം. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിക്ക് ഒരിക്കലും ഓവറായിട്ട് ഇടപെടരുത്. അതാണ് പറയാം. ഈ വീഡിയോയിലൂടെ അവർ പറയുന്നതിനകത്ത് അവരുടെ മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് ചിലർ ഇടപെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടോക്കാം. ഇങ്ങനെ സാധനം പറഞ്ഞു കൊണ്ടിരിക്കണം. എന്നാ പോയിക്കോ, ചോർന്നോ പോയി ചോർന്നോ. ഇത് വീഡിയോ വെച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ലേ? ഭയങ്കര ഒരു ശ്വാസത്തിങ്കലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാൻ വന്നീനും നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കക്കുപ്പാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ വക സാധനങ്ങളൊക്കെ. അപ്പം ഒന്ന് കണ്ടു. പിന്നെ ഐസ്ക്രീം ഉണ്ട്, അത് നമുക്ക് എത്തിക്കണം. എന്നെ കാണൂലേ, എന്നെ വീഡിയോ എടുത്തില്ല പരിപാടിയില്ല. 5 ഇല്ല 5 ഇത് വരത്തിന് 5 ഫോണിൽ എടുക്കുമ്പോൾ നല്ലൊരു ക്ലിയർ ആയി കാര്യം. ഏത് ഇരുട്ട കളർ ഇനി മടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം ഉള്ളിലൊതുക്കി കരുതലോടെ ലൈലാത്താന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം മറച്ചു വെച്ച കാര്യങ്ങൾ ഒരുപാട് പറയാറുണ്ട്. ഇപ്പൊ കുട്ടിയാക്കോ ഇവിടെ ആർക്കെങ്കിലും വല്ല പോനൊക്കെ ഉണ്ടെങ്കിൽ കാപ്പ് നമ്മൾ മന്ദിച്ചു ഞാൻ ഔലി അണിച്ച് കറാമത്തുണ്ട് എന്നൊക്കെ പറയട്ടോ.
സോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അത് അവരുടെ ആ ഒരു വിഷയത്തിൻ്റെ ഇതിൽ നിന്ന് മാറി അവരുടെ ഫാമിലി അന്തരീക്ഷം ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള സെറ്റപ്പ് പോലത്തെ അവരുടെ ഓക്കെയാണ്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും പറയാം, ഞാൻ വലിയ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനാണെന്നുള്ള ലെവലിൽ മാത്രം പറയാം. ഈ ലൈലാത്ത പോലെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. കാരണം സ്വന്തം ജീവിതത്തിൻ്റെ അകത്ത് സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് വളരെ സന്തോഷമായിട്ടും സമാധാനത്തോടെ പോകാൻ ആഗ്രഹിക്കുകയും എന്നാലൊരു സുപ്രഭാതത്തിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ചില ബാഹ്യ സമ്മർദ്ദങ്ങളാൽ മറ്റു ചില ആൾക്കാരുടെ ഇടപെടലുകൾ കാരണം സ്വന്തം കുടുംബം തന്നെ താറുമാറായി നശിച്ച് ചിലപ്പം സെപ്പറേറ്റഡ് ആയിട്ട് മാറി സ്വന്തം വീട്ടിലേക്ക് വന്ന് നിൽക്കേണ്ടി വരിക, കുട്ടികളെ കിട്ടാതിരിക്കുക, മാറി നിൽക്കേണ്ടി വരിക, അങ്ങനെ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യജീവികളായിരിക്കും ഇത് കാണുന്നത്. അപ്പം എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അധികം കാര്യങ്ങളുടെ അകത്തെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എന്ന് ഭയങ്കരമുണ്ട്. ചിലയിടത്തൊക്കെയാണെങ്കിൽ തനിക്ക് താൻ പോരായ്മ എന്ന് പറയും. അതായത് ഈ സ്വന്തം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ അകത്ത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എത്രയും കേൾക്കാൻ തയ്യാറായിരുന്നാലും അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ബിക്കോസ് അവർ ട്രോമ ബോണ്ടിങ്, നമുക്ക് അവരുടെ അടുത്ത് സ്നേഹം നമുക്കുണ്ട് ഉള്ളിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കാരണം അവരെ ഓർത്ത് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ കരയുന്നുണ്ടാവാം. ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണുനീര് വെച്ചുകൊണ്ട് ജീവിതം തീർക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഈ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷത്തിൻ്റെ മുമ്പ് വരെയുള്ള മൊമെൻറ്റ്സിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനിയുള്ള ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളും ഞാനും അടക്കം എല്ലാവരും മരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും, എന്താ ഉള്ളത്? ഈ ബാക്കി ശേഷിക്കുന്ന കാലം കരയണോ വേണ്ടയോ, അതോ ഈ കണ്ണുനീരിങ്ങനെ തുടച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആശ്വാസത്തോടെ രണ്ട് നെടുവീർപ്പിട്ടിട്ട് ജീവിക്കണം എന്ന് തീരുമാനിക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ലൈഫ് ഒന്നേ ഉള്ളൂ. ഇന്നലെ വരെ കടന്നുപോയ ഒരൊറ്റ മനുഷ്യരും ഇന്ന് വന്ന് പറയുമായിരുന്നെങ്കിൽ, ആ ആത്മാക്കൾക്ക് ഇന്ന് വന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇനിയുള്ള ദിവസമെങ്കിലും ഒന്ന് ജീവിക്കേ എന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ണുനീരും ബുദ്ധിമുട്ടും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളതാണ് ജീവിതത്തിൻ്റെ ബ്യൂട്ടി. ഓക്കെ, അതിന് ആ സെൻസിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴികളിൽ ഇതെല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത ലൈഫിലെ അങ്ങ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ തന്നെ ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നലെ കുറേ കാലത്തിന് മുമ്പുണ്ടായ ഒരു വേദന അത് ഇന്ന് ഓർത്ത് നിങ്ങൾ നടക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിലൊക്കെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും? സോ അതുകൊണ്ട് ലൈഫിൻ്റെ ആ ബ്യൂട്ടി ഈ കുറച്ച് കാലം, കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ഇത്ര വയസ്സായിരിക്കും ഇപ്പോൾ ഓൾറെഡി ആയത്. കഴിഞ്ഞു പോയ വയസ്സുകളെല്ലാത്തിൻ്റെ ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് മണിക്കൂറിലേക്ക് കൺവെർട്ട് ചെയ്ത് എത്ര കിട്ടുമെന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇനി അടുത്ത കുറേ കാലം കൂടി ജീവിക്കുമെങ്കിൽ ഇത്ര കാലം വരെ ജീവിക്കും, അത് എത്ര മണിക്കൂറാണെന്ന് കൺവെർട്ട് ചെയ്യുക. ആ മണിക്കൂറുകൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയം കഴിച്ച് നിങ്ങൾ ബാക്കിയുള്ള ജോലിക്ക് പോകുന്ന എല്ലാ സമയം കഴിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്ര മണിക്കൂർ ജീവിക്കാനുണ്ടെന്ന് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. സോ വെരി ഷോർട്ട്. സോ ആ സമയവും കൂടെ കരയണോ, ആ സമയം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കും. അതിനുള്ള സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. സോ ബി ഹാപ്പി. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.